ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് നമ്മൾ അരി അരച്ച് ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നതുമില്ല. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂർ ഇത് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു കപ്പ് പച്ചരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരിയാണ്. ഇനി പച്ചരി അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റൈസിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ അരി എടുത്തിട്ടുള്ള അതേ കപ്പിന് തന്നെയാണ് തേങ്ങ എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ തേങ്ങ ചിരകിയതോട് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ നമുക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഞാൻ ഈ ഒരു കപ്പിന് 1/2 കപ്പ് അവൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർന്ന് വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്ന് വന്നപ്പോൾ നമ്മുടെ ഈ ബൗളിൽ നിറച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അവലിന് പകരം നമുക്ക് ചോറ് വേണമെങ്കിൽ ചേർക്കാം. ചോറ് ചേർക്കുമ്പോൾ ഒരു 1/4 കപ്പ് ചോറ് മാത്രം ചേർത്താൽ മതി. ഇപ്പം ഈ അവൽ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഈ ജാറങ്ങ് നിറഞ്ഞു വരും. അതുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 ചുവന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ചുവന്നുള്ളിയും അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ജീരകവും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയിരിക്കുന്ന അവലും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെയൊക്കെ അതേ കണക്കിന് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. നമ്മുടെ ആ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമ്മളിത് ചെയ്യാവൂ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തൊന്ന് യോജിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം നമ്മളിത് 10 മിനിറ്റ് ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് മാറാനായിട്ടാണ്. ഇപ്പോൾ 2ാമത്തെ വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിലിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. സ്റ്റാർച്ചൊക്കെ മാറ്റിയ ശേഷം ഇനി ഈ വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ പിഴിഞ്ഞ് നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം നനവില്ലാതെ നന്നായിട്ടൊന്ന് എടുക്കാം. ഇതും കൂടി ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതേ രീതിയിൽ വിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നല്ലതുപോലെ ഈ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനി മല്ലിയിലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ നിന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും നിരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന്
ഒന്ന് നിരത്തിയാൽ മാത്രം മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഇതേ രീതിയിൽ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരുമ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് നല്ലതുപോലെ ഇത് കിട്ടുന്നത്. ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടച്ചു വെക്കത്തില്ലേ, ആ ഒരു രീതിയിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. എണ്ണയോ നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഈ ചട്ടുകം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം. എന്താ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴേ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഒരു പലഹാരം ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. കാരണം ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതാ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വരും കേട്ടോ. അതൊന്നും സംശയം വേണ്ട. നല്ല രീതിയിൽ വെന്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്നതിന് നമ്മുടെ സാധാരണ ചട്നി മാത്രം മതി. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഈ ടൊമാറ്റോ സോസും അതുപോലെ ഈ നമ്മുടെ ഈ പൊട്ടാറ്റോയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.